നമ്മളെ ഫോണിന്റെ മേലെ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ താത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫോണിന്റെ കൺട്രോൾ സെന്റർ ഇവിടെ കിട്ടും. ഒരുവിധം ടൂൾസ് ഒക്കെ ഉള്ള കൺട്രോൾ സെന്റർ ഡീഫാൾട്ടായിട്ട് എല്ലാ ഫോണിലും ഉള്ളതാണ് ഈ കൺട്രോൾ സെന്റർ. പക്ഷെ ഇത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു രസം ഉണ്ടാകില്ല കാണേ, ഒരു സുഖം ഉണ്ടാകില്ല എന്ന് കാണേ. ഇത് നമുക്കൊന്ന് മാറ്റാം, ഒന്ന് അടിപൊളി ലുക്കിലാക്കി എടുക്കാം. ഒരാൾ നമ്മളെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഫോണിന്റെ ഈ കൺട്രോൾ സെന്റർ കണ്ടാൽ ഇതെങ്ങനെയാടാ ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കുന്ന വേറെ ലെവൽ കൺട്രോൾ സെന്റർ ആക്കി മാറ്റിയെടുക്കാം. ഇങ്ങനെ ഫോണിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ നടത്തട്ടോ. നമുക്ക് പല രീതിയിലും കസ്റ്റമൈസ് ചെയ്യുക, ഫോൺ കിടില ലുക്കിലാക്കി എടുക്കുക. ഒരുപാട് വീഡിയോ കസ്റ്റമൈസ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിക്ക്. ഇപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് iOS കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന ചെറിയൊരു കൺട്രോൾ സെന്ററാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടിട്ട് ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ഈ കൺട്രോൾ സെന്റർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് 2-3 പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് വരിക. ഇവിടെ മേലെ ഒരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ഓൺ ചെയ്തിടുക. ഓൺ ചെയ്താൽ റണ്ണിങ്ങിലായി. പിന്നെ കണ്ടോ, ഇതാ നമ്മളെ കൺട്രോൾ സെന്ററിന്റെ ലുക്ക് മാറി. ഇവിടെ നമുക്ക് മേലെ വൈഫൈ, ബ്ലൂടൂത്ത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈൽ ഡാറ്റ ഒക്കെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. വേറൊരു കള്ളിന്റെ ഉള്ളില് മ്യൂസിക് പ്ലേ ചെയ്യുക, ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. പിന്നെ സ്ക്രീൻ ഓഫ് ചെയ്യാൻ, ഡാർക്ക് മോഡിന്, സ്ക്രീൻ റെക്കോർഡർ, സ്ക്രീൻ ടൈം ഔട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ക്യാമറ, ബ്രൈറ്റ്നസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ നമുക്ക് ഇതിന്ന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, എല്ലാം കൺട്രോൾ ചെയ്യാം. ഇനി താഴെ ഭാഗത്ത് 3 എണ്ണങ്ങളിൽ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെ നമ്മളിപ്പോൾ നോക്കിയത് തന്നെ. ഇനി താഴേക്ക് വന്നാൽ കസ്റ്റമൈസ് കൺട്രോൾ സെന്റർ എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് കൺട്രോൾ സെന്റർ മേലെയോ വേണ്ടിയോ താഴെയോ വേണ്ടിയോ, ബോട്ടം വേണോ ടോപ്പ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോപ്പ് തന്നെ കേട്ടോ നല്ലത്. എനിക്കത് ടോപ്പാണ്, നിങ്ങളതിന് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിലുള്ള ഓരോ വിഡ്ജറ്റും ഇല്ലേ, ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് മേലെ അല്ല താഴോട്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാ വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കാം. ഓരോന്നും നമുക്ക് അതിന്റെ പൊസിഷനനുസരിച്ച് നമ്മളെ ഇടത്തിനനുസരിച്ച് മാറ്റി മറിച്ച് വെക്കാം. ഇതിലില്ലാത്ത സംഭവങ്ങൾ ഈ താഴെ ഭാഗത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ നമ്മളെ ടൂൾസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മേലെ കൊണ്ടാക്കാം. അതായത് ഇതിലേതെങ്കിലും വേണ്ടാത്തതുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് അവിടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപകാരമുള്ള സംഗതികൾ, ആപ്ലിക്കേഷൻ ആയാലും ടൂൾസ് ആയാലും ഇതിൽ കൂട്ടിച്ചേർത്ത് സൂപ്പറായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിന്റെ തീം, ലൈറ്റ് തീം, ഡാർക്ക് തീം, അതൊക്കെ മാറ്റിയുള്ള കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കളർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ലൈറ്റ് തീമുണ്ട്, ഡാർക്ക് തീമുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് തീമാണ് നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇതിന്റെ വാൾപേപ്പറും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതും നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതോ ബ്ലർ ആയിട്ടുള്ളതോ അതൊക്കെ വേണ്ടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ കൺട്രോൾ സെന്റർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട, അത് നമുക്ക് ബൂസ്റ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.